നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ മനമിതെന്റെ മാരി നിറത്തെ കാണിച്ചിടുന്നതമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ ആയിരം ചോദ്യങ്ങൾ ചോദിച്ച് കാലമിതോർക്കുന്നു ഞാൻ എന്തിനു അമ്മതനുത്തരമോ അത് ഈശോതൻ ചിത്രങ്ങളും പൊന്നീശോതൻ ചിത്രങ്ങളും അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നൊരപ്പം അതു തന്നെയോ പള്ളിയിലപ്പത്തിന് ഇത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു എന്നമ്മ പറഞ്ഞു തന്നു നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ മനമിതെന്റെ മാരി നിറത്തെ കാണിച്ചിടുന്നതമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ ഇതെന്നാ മേഴ്സി എന്നാ പരിപാടി? ഇന്നലെ ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാം നിരത്തിയിട്ടേക്കോ ഇങ്ങനെ. ഇന്നലെ അവധിയല്ലായിരുന്നല്ലേ? ഇരിക്കാം. എന്നാണ്ട് വിശേഷമൊക്കെ? എന്നെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതല്ലേ, പിള്ളേര് മക്കള് രണ്ടുപേരും അവിടെയല്ലേ? മക്കള് രണ്ടുപേരും അവിടെയാ. ഇതിന് ആരോ ഉണ്ടാക്കി കളിക്കുമായിരുന്നു? അതൊക്കെ പിള്ളേരുടെ ഓരോരോ കളികളല്ലേ. പിള്ളേര് വന്ന് ഇങ്ങനെ ഓരോരോ പരിപാടികളൊക്കെയാണ്. അതുകൊണ്ടല്ലേ. ഇതെങ്ങനെ ഈ ക്ലാരമ്മ ഇവിടെ? ഞാനും മേഴ്സി ഫ്രണ്ടല്ലേ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്ദർശനമൊക്കെ നടത്താറുണ്ട്. അത് ശരി. ഞാൻ മേഴ്സിയിൽ ഇത് കാണാൻ വേണ്ടിട്ട്. ശരി, അത് കൊള്ളാവല്ലോ. നമ്മൾ വന്ന സമയം കറക്റ്റായി. നിങ്ങൾ ഇനി ഉച്ച കഴിഞ്ഞാണോ പോണേ? ഞങ്ങള് പയ്യെ വർത്താനമൊക്കെ പറഞ്ഞ് അതെല്ലേ, സാവകാശം പോണേ. ഒത്തിരി വർത്താനമൊക്കെ പറയും, കണ്ടോണ്ടിരിക്കല്ലേ, വേറെ പണിയൊന്നും ഇല്ല അല്ലേ? അല്ല, ബൈബിളും ഒക്കെ വായിക്കാം. ഇതിന് ആരോ നിങ്ങൾ നടത്തുന്നുണ്ട്, വായിക്കാതിരിക്കുന്നൊന്നും ഇല്ല. ഈ ആരോ പിള്ളേരുണ്ടാക്കിയതാണോ? കൊള്ളാം. ഏതായാലും ആരോയും വെച്ച് പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഇതാന്ന് തോന്നുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ആരോ ഉണ്ടാക്കിയിട്ട് എറിഞ്ഞ് കളിക്കും. ഓരോരുത്തരുടെ പിള്ളേരുടെ ഒരു പിള്ളേരെ. അതെ, അന്ന് എനിക്ക് ഇത് കണ്ടപ്പോഴാണ് ഒരു ഓർമ്മ വന്നത് കേട്ടോ. ആരോ ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ യാത്ര പോകുമ്പോൾ റോഡിൽ ഓരോ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ എങ്ങോട്ടാ തിരിയേണ്ടത് എന്നുള്ളത് എഴുതി വെച്ച് എഴുതിയിരിക്കുന്നുണ്ട്. ആരോ കാണിച്ചിരിക്കും അല്ലേ, ഇന്ന സ്ഥലം ഒന്നും പറഞ്ഞ് പേരെഴുതിയിട്ട് ഇങ്ങനെ ആരോ വെച്ചേക്കും. ഈ ആരോ ഇല്ല, ഭയങ്കര പ്രശ്നം കേട്ടോ അല്ലേ? ഡയറക്ഷൻ കിട്ടില്ല. അതുമല്ല, നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ നമുക്കറിയാം വഴിയും ജംഗ്ഷനും ടേണിങ് പോയിന്റ് എവിടെയാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മൾ ഒരു പുതിയ സ്ഥലത്തേക്ക് നമ്മളങ്ങ് ചെന്ന് വിട്ട് കഴിയുമ്പോഴേ എങ്ങോട്ട് തിരിയണം. ഇപ്പോൾ വണ്ടി നിർത്തി വെച്ചല്ലേ കാർ ഓടിച്ചോണ്ട് പോവുക. കാറ് നിർത്തിയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ സിഗ്നൽ
കാണണം. അപ്പോൾ ഇതൊരു അടയാളമാണ്, ഒരു ചൂണ്ടുവലകയാണ് അല്ലേ? ചൂണ്ടുവലകയാണിത്. അനുസരിച്ച് ഇനി അതുകൊണ്ടും നല്ല ഉപദേശങ്ങൾ തരാനുണ്ടായിരിക്കും. ഇതുകൊണ്ടും തരാം, ഒരു കുഴപ്പമില്ല. ഈ ചൂണ്ടുവലകയെന്ന് പറയുമ്പോഴേ ശരിക്കും എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞങ്ങൾ പണ്ട് ഇന്ന് വേളാങ്കണ്ണിക്ക് പോയി. അപ്പോൾ വേളാങ്കണ്ണിക്ക് പോയി കാറുമായിട്ട് പോകും. അപ്പോൾ അവിടെ ഒരു ജംഗ്ഷനിൽ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ വേളാങ്കണ്ണിക്ക് പോകുന്ന ഒരു സൈഡ് റോഡുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ആരോ ഉണ്ട്. ആരോ കണ്ടു, അത് കണ്ട് ഇങ്ങനെ ചൂണ്ടുവലകയുണ്ട്. ഞങ്ങളത് നോക്കി അതിലെ കാറ് പോയി. പക്ഷെ ഒരു 10-20 കിലോമീറ്റർ അങ്ങ് പോയിട്ടും നമുക്കൊരു സംശയം പോലെ വഴി മാറിപ്പോയോ എന്നൊരു സാധനം. അന്നേരമാണ് അവിടെയുള്ള ഒരാളോട് നിർത്തിയിട്ട് ചോദിച്ചപ്പോഴാണ് പറയണത് 10-21 കിലോമീറ്റർ പിറകിൽ ഒരു ജംഗ്ഷനുണ്ട്, അവിടുന്ന് തിരിഞ്ഞു പോകണം, അത് റൈറ്റ് ടേൺ എടുത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിഞ്ഞപ്പോൾ എത്രയാണ്, പിന്നെ 21 42 കിലോമീറ്റർ തിരിച്ചു പോന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ചൂണ്ടുപലകയുടെ അവിടെ ഈ ആരോടെ അവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ചെറിയൊരു കുനിപ്പും കൂടെ ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചൂണ്ടുപലക വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള സ്ഥാനത്തേക്ക് കൃത്യതയോടെ ചെന്നെത്താൻ വേണ്ടിയിട്ടുള്ള എളുപ്പം നമുക്ക് ഈസിയാക്കി തരുമോ വഴി. പക്ഷേ ഇത് തെറ്റിപ്പോയാൽ ഈ ചൂണ്ടുപലകയുടെ അത് ശ്രദ്ധിക്കാതെ അല്ല തെറ്റായ രീതിയിലാണ് ഒരു ചൂണ്ടുപലക ഇരിക്കണമെങ്കിൽ അതും തെറ്റിപ്പോവും, യാത്ര മുടങ്ങും, ലക്ഷ്യസ്ഥാനത്ത് എത്താനും പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യാത്രയിൽ ചൂണ്ടുപലക ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിനൊരു ചൂണ്ടുപലകയുണ്ട്. അതെന്നാന്നറിയാമോ? അത് പറഞ്ഞുതരാം. അതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഓരോ ചൂണ്ടുപലകയാണ്. എങ്ങോട്ടുള്ള ചൂണ്ടുപലകയാണ്? സ്വർഗത്തിലേക്കുള്ള. കറക്റ്റ്. പ്രാരംഭിക്ക് വിവരം അറിയാം ഏതായാലും. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള, അതായത് സ്വർഗത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഈശോയിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിക്കുന്ന ചൂണ്ടുപലകയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നമ്മൾ കുടുംബിനിയാണ്, ഭാര്യയാണ്, അമ്മയാണ്. അപ്പം മക്കൾ നമ്മളെ കാണുമ്പോൾ ഈശോയിലേക്കുള്ള ചൂണ്ടുപലകയായിട്ട് വേണം അവർക്ക് മനസ്സിലാകാനായിട്ട്. ഭർത്താവ് ഒരു ഭാര്യയെ കാണുമ്പോൾ ആ ഭാര്യയുടെ വാക്കും പ്രവൃത്തികളും എല്ലാം ഇങ്ങനെ ഈശോയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചൂണ്ടുപലകയാകണം. അതുപോലെ ഭർത്താവും ആകണം, ഭാര്യയ്ക്ക് ഒരു ചൂണ്ടുപലകയാകണം ഭർത്താവ് ഈശോയിലേക്കുള്ളത്. പിന്നെ നമ്മൾ ജോലി സ്ഥലത്താണെങ്കിൽ നമ്മൾ എവിടെ ജോലി ചെയ്യാൻ പോകുന്നോ ആ ജോലി ചെയ്യുന്നിടത്ത് മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ സഹപ്രവർത്തകർ അല്ലെ മേലുദ്യോഗസ്ഥരോ കീഴുദ്യോഗസ്ഥരോ ഒക്കെ, അല്ലെങ്കിൽ പബ്ലിക് നമ്മുടെ ഇരിക്കും വരും ഒരു ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ. അപ്പോൾ അവരിൽ നമ്മളെ കാണുമ്പോൾ നമ്മുടെ കാരുണ്യവും നമ്മുടെ സ്നേഹവും നമ്മുടെ സൗമ്യതയും ആ ഒരു പരിഗണനയും കരുതലും ഒക്കെ കാണുമ്പോൾ ആ ഈശോയുടെ സ്നേഹത്തിലേക്ക്, ആ സ്വർഗത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് അവർക്ക് തോന്നണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നുള്ളൂ. ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ ചൂണ്ടുപലകയാകുക. ഇനി ചൂണ്ടുപലക കാണുമ്പോൾ ഓർക്കുക, റോഡിലുള്ള ജംഗ്ഷൻ നമ്മളെ പോയിൻ്റ് തിരിച്ച് ടേണി അല്ലെ വഴി തിരിച്ചു വിടുന്നതും അതുപോലെ തന്നെ ഈശോയിലേക്ക് വഴി തിരിച്ചു വിടണം ഓരോരുത്തരെയും. മരുമകൾ നോക്കുമ്പോൾ അമ്മായിയമ്മ ചൂണ്ടുപലകയാകണം സ്വർഗത്തിലേക്കുള്ള ചൂണ്ടുപലക, ഈശോയെ കാണിച്ചു കൊടുക്കുന്ന ചൂണ്ടുപലകയാകണം. ജോലി സ്ഥലത്താണേലും ആകണം. അതുപോലെ മരുമകൾ എന്താകണം? ചൂണ്ടുപലകയാകണം. അയൽവാസിക്കൊക്കെ ഒരു ചൂണ്ടുപലകയാകണം. ഇതാണ് ചൂണ്ടുപലക. ഇനി ചൂണ്ടുപലക കാണുമ്പോൾ ഓർക്കൂല്ലേ ആരാകണം? സ്വർഗത്തിലേക്കുള്ള ചൂണ്ടുപലക. അപ്പൊ ഈശോ പറഞ്ഞു എല്ലാവരും ചൂണ്ടുപലകയാകണം. അതാണല്ലോ ഈശോയുടെ ആഗ്രഹം. അപ്പൊ ഈശോ പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 14:6 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് പോകില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്, സ്വർഗത്തിലെത്തില്ല എന്ന് പറഞ്ഞാൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈശോ ചൂണ്ടുപലകയല്ല, അത് നമ്മൾ തിരിച്ചറിയണം. ഈശോ വഴിയാണ്. ഇത് ഈ ചൂണ്ടുപലകയെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിലേക്ക് പോകേണ്ട വഴി കാണിച്ചു തരുക. നമുക്ക് വഴി നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇന്നിടത്താണ് ലക്ഷ്യസ്ഥാനം, അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്, അതിന് ഈ വഴിയെ പോകണമെന്ന് കാണിക്കുകയാണ് ചൂണ്ടുപലകയുടെ പണി. ഈശോ ചൂണ്ടുപലകയല്ല, ഈശോ ആണ് വഴി. അപ്പോൾ ഈശോ ആകുന്ന ആ വഴിയിലൂടെ, ആ ഈശോയിലൂടെ സഞ്ചരിക്കണം നമ്മൾ, ഈശോയോട് ഒത്ത് യാത്ര ചെയ്യണം. അപ്പോൾ ആ ചൂണ്ടുപലക ഈശോയെ തമ്മിൽ, അപ്പം നമ്മൾ ചൂണ്ടുപലകയാകുക, കാരണം മറ്റുള്ളവർക്ക് നമ്മളൊരു വഴികാട്ടിയാകുക, വഴി കാണിച്ചു കൊടുക്കുന്ന. അതുപോലെ ഒരു എവിടെയായിരുന്നാലും നമുക്ക് വഴികാട്ടിയാകാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ നാമാൻ്റെ ഇത് വായിച്ചിട്ടുണ്ടോ? നാമാൻ കേട്ടിട്ടുണ്ടോ?
നാമാൻ്റെ ഇത് അത് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് അല്ലേ. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാമാൻ ഒരു കുഷ്ഠരോഗിയായിരുന്നു അല്ലേ. നാമാൻ കുഷ്ഠരോഗിയായിരുന്നു. അപ്പോൾ നാമാൻ്റെ വീട്ടിലൊരു വേലക്കാരി വന്നു. അത് ആ വേലക്കാരി വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 5-ാം അധ്യായം വായിക്കുമ്പോൾ, സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു നാമാൻ. രാജാവിന് അവനോട് പ്രീതിയും ബഹുമാനവുമായിരുന്നു. കാരണം അവൻ മുഖാന്തരം കർത്താവ് സിറിയായ്ക്ക് വിജയം നൽകി. ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ സിറിയാക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അവൾ നാമാൻ്റെ ഭാര്യയുടെ പരിചാരികയായി. അവൾ തൻ്റെ യജമാനത്തിയോട് പറഞ്ഞു, എൻ്റെ യജമാനൻ സമരിയായിലെ പ്രവാചകൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനൻ്റെ കുഷ്ഠം മാറ്റുമായിരുന്നു. ഇസ്രയേൽക്കാരി പെൺകുട്ടി പറഞ്ഞ വിവരം നാമാൻ രാജാവിനെ അറിയിച്ചു. അപ്പോൾ നാമാൻ്റെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ ഇവർ പിടിച്ചുകൊണ്ട് പോയി. ഇസ്രയേൽക്കാരി പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ആ പെൺകുട്ടി നാമാൻ്റെ വീട്ടിലെ പരിചാരിക വേലക്കാരിയാണ്. നാമാന് കുഷ്ഠം. അപ്പം ഈ വേലക്കാരിക്ക് ശരിക്കും പറഞ്ഞാൽ ഏലീഷായെ അറിയാം. കാരണം അവൾ ദൈവത്തെ സ്നേഹിക്കുന്നതാണ്. കർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെൺകുട്ടി അവൾ ഇസ്രായേൽക്കാരിയാണ്. അപ്പോൾ അവളെയാണ് പിടിച്ചുകൊണ്ട് പോയത്. അവൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ ആ വീട്ടിലെ യജമാനായ നാമാന് കുഷ്ഠരോഗം. അപ്പോൾ അവൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, കർത്താവിൽ വിശ്വാസമുണ്ട്, പ്രവാചകനിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ഈ കുഷ്ഠരോഗം മാറ്റാൻ കഴിവുള്ള പ്രവാചകൻ അവളുടെ നാട്ടിലുണ്ട് എന്നുള്ള വിവരം ഈ യജമാനത്തിയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നാമാൻ അവിടെ പോയി. വളരെയേറെ സമ്മാനങ്ങളും പണവും സ്വർണവും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. പ്രവാചകന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് പറഞ്ഞപ്പം നാമം വളരെ പ്രതീക്ഷിച്ച് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ പ്രവാചകൻ ഇറങ്ങി വന്ന് എന്നെ തൊട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഈ അസുഖം മാറ്റും എന്നോർത്താണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പം ഏലീഷ ഇറങ്ങി വന്നു പോലുമില്ല. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് 10-ാമത്തെ വചനത്തിൽ നമ്മൾ, ഏലീഷ ദൂതനെ അയച്ച അവനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക. നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും. എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. കാരണം നാമാൻ വിചാരിച്ചു വലിയൊരു പ്രായശ്ചിത്തോ പരിഹാരമോ പറയുമായിരിക്കും, അല്ലെ അവിടെ എന്തെങ്കിലും ഒരു പ്രാർത്ഥനായോഗമൊക്കെ വയ്ക്കുമായിരിക്കും. പക്ഷെ ഒന്നും ചെയ്തില്ല. അപ്പം നാമാൻ അരിച്ചും വന്നു. നാമാൻ വലിയ പുള്ളിയല്ലേ, വലിയ ആളാണ്. അപ്പം പുള്ളി ദേഷ്യപ്പെട്ട് തിരിച്ചു പോന്നു. അപ്പോൾ വഴിക്ക് വെച്ച് ഭൃത്യന്മാർ പറഞ്ഞു, അടുത്ത് എന്ന് പറഞ്ഞു, പിതാവേ, പ്രവാചകൻ ഭാരിച്ച ഒരു കാര്യമാണ് കൽപ്പിച്ചിരുന്നെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ? അപ്പോൾ കുളിച്ച് ശുദ്ധനാകുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താല്പര്യത്തോടെ അങ്ങ് അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ മുങ്ങി കുളിക്കാൻ വേറെ നദിയില്ലേ, പിന്നെ ഇവിടെ ഒന്ന് മുങ്ങണമെന്ന് ഓർത്തോണ്ടായിരുന്നു. പക്ഷേ ഭൃത്യന്മാരങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാമാൻ പോയി പ്രവാചകൻ പറഞ്ഞതുപോലെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങി. അവൻ സുഖം പ്രാപിച്ചു, ശരീരം ശിശുവിൻ്റേതുപോലെ ആയി. അപ്പം രോഗസൗഖ്യം കിട്ടി. അപ്പോൾ വേലക്കാരി തൻ്റെ സ്വന്തം രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് പിടിച്ചുകൊണ്ട് പോയി ഒരു യജമാൻ്റെ വീട്ടിൽ പോയി ജോലി ചെയ്യുന്നു. അവിടെ അവൾ ശുശ്രൂഷ ചെയ്യുക. അവിടെ കർത്താവിന് കർത്താവിലേക്കുള്ള വഴി ആ കുടുംബത്തിന് കാണിച്ചു. ശരിക്കും പറഞ്ഞാൽ അവൾ അടിമ പെൺകുട്ടി, അവളെ പിടിച്ചുകൊണ്ട് യജമാനത്തിയാണ്. പക്ഷെ അവിടെയും അവൾ ആ കർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാണ്. അവിടെ പ്രവാചകനിലൂടെ കർത്താവല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കർത്താവിലുള്ള ആ ഭയങ്കരമായ വിശ്വാസം, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ട്, ആ പ്രവാചകനിലൂടെ ആ ദൈവം അത്ഭുതം ചെയ്യുമെന്ന ആ വേലക്കാരിയുടെ വിശ്വാസവും അവളുടെ ശുശ്രൂഷ, അവളുടെ സുവിശേഷ പ്രഘോഷണം, അത് അവൾ ആ വേലക്കാരിയായിരിക്കുന്നെങ്കിലും ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ യജമാനൻ്റെ സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ട് അവൾ പ്രവർത്തിക്കുകയാണ്. അപ്പം ഇവിടെ ചൂണ്ടുമലകയായത് ആരാ? ദാസി, ഈ വേലക്കാരിയാണ്. അപ്പം നമ്മൾ എവിടെയായിരുന്നാലും, ഏത് ജോലിയിൽ, തൂപ്പുകാരി ആയാലും വേണ്ടില്ല, ഏത് ജോലിയിലായിരുന്നാലും അവിടെയെല്ലാം നമുക്ക് കർത്താവിനെ പ്രഘോഷിക്കാൻ പറ്റും. അവൾ കർത്താവിനെ പ്രഘോഷിച്ചു. അവിടെ ചെന്നാൽ സൗഖ്യം കിട്ടും എന്ന് അവൾ വിശ്വസിച്ച് പറഞ്ഞു. അപ്പോൾ അവളുടെ പ്രാർത്ഥനയും ആ പ്രവൃത്തിയും ഒരു ചൂണ്ടുമലകയാണ്. നാമാന് ആ സ്വർഗത്തെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചും എലീഷയുടെ അത്ഭുത ശക്തി കർത്താവ് കൊടുത്തതാണല്ലോ എലീഷയ്ക്ക് പ്രവാചകന്.
ഇതെല്ലാം അവിടെ സൗഖ്യമായി മാറ്റപ്പെടുക. അപ്പം ചൂണ്ടുപലകയും കൊണ്ട് ഉപകാരമുണ്ടോ? ഉണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ഓരോ ചൂണ്ടുപലകയായി തന്നെ. അപ്പോൾ വഴി കാണിച്ചു തരുന്നതും വഴിയായിരിക്കുന്നതും ഈശോയാണ്. ഈശോയാണ് ഇതിലെല്ലാം നമുക്ക് വഴി കാണിച്ചു തരുന്നത് ഈശോയാണ്. സ്വർഗത്തിലേക്കുള്ള വഴി ആയിരിക്കുന്നതും ഈശോ തന്നെയാണ്. അപ്പം അതുപോലെ നമ്മൾ വായിക്കുമ്പോൾ യേശുവാകുന്ന മുന്തിരിച്ചെടി അല്ലേ, മുന്തിരിച്ചെടിയിലെ ഒരു ശാഖ, ആ ശാഖ ആണ് നമ്മൾ ഓരോരുത്തരും. ശാഖയിലാണ് ഫലങ്ങൾ പുറപ്പെടുന്നത്, തായ്തണ്ടിലല്ല. അപ്പോൾ ആ ഫലം പുറപ്പെടുവിക്കാനാണ് ഈശോ പറഞ്ഞേക്കണം. അപ്പോൾ ഈ വേലക്കാരിയെ പോലെ നമ്മൾ എവിടെയായിരിക്കുന്നോ ആ നമ്മുടെ കുടുംബത്തിലേക്ക് നീണ്ടിരിക്കുന്ന ഒരു ശാഖയാണ് നമ്മൾ ഓരോരുത്തരും. ഭാര്യ, അമ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അവിടെ ഫലം പുറപ്പെടുവിക്കണം. നമുക്കിപ്പോൾ ഫലം പുറപ്പെടുവിക്കും. ഇപ്പോൾ ഈ വീട്ടിൽ മേഴ്സിക്ക് ഫലം പുറപ്പെടുവിക്കാൻ മേഴ്സിയുടെ മക്കളുണ്ട്, ഭർത്താവുണ്ട് അല്ലേ, മറ്റ് ബന്ധുക്കളുണ്ട് അല്ലേ, മാതാപിതാക്കളുണ്ട്. അവരുടെ നമ്മളിപ്പോൾ വീട്ടിന് പുറത്തിറങ്ങുന്നില്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിനകത്തിരുന്ന് ചൂണ്ടുവലയാക്കാൻ പറ്റും. ഫലം പുറപ്പെടുവിക്കുന്ന വഴി കാണിച്ചു കൊടുക്കുക. സ്വർഗത്തിലേക്കുള്ള വഴി, കർത്താവിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ആ ചൂണ്ടുവലകയാകാനായിട്ട് സാധിക്കും. അത് ഈശോ കൃപ തന്നു കഴിഞ്ഞു. നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള കൃപ തന്നു. അത് നമ്മൾ വായിച്ചു കേൾക്കാം. യേശയ്യായുടെ പുസ്തകം 42:16 നമുക്ക് നോക്കാം. യേശയ്യ 42:16 അപ്പം അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും, അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും, അവരുടെ മുൻപിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘട ദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും. ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും, അവരെ ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ എല്ലാ രീതിയിലുമുള്ള പ്രവർത്തന ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈശോ നമ്മളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കൃപ തന്നു കഴിഞ്ഞു. കൃപ തന്നു കഴിഞ്ഞിട്ടാണ് ഓരോ സ്ഥാനത്തേക്ക് നമ്മളെ പോസ്റ്റ് ചെയ്യുന്നത്. ഭാര്യയായിട്ട്, അമ്മയായിട്ട്, അമ്മായിയമ്മയായിട്ട്, മരുമോളായിട്ട്, അല്ലെ ഒരു ഉദ്യോഗസ്ഥയായിട്ട് ഒക്കെ, അല്ലെ ഒരു സോഷ്യൽ വർക്കറായിട്ട്, അല്ലെ ഒരു ടെക്നീഷ്യനായിട്ട്, എന്തായിട്ടാണെങ്കിലും നമ്മളെ ഈശോ അതിനുള്ള ആ ഒരു കൃപ തന്നിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അല്ലെ യേശയ്യായുടെ പുസ്തകം 30:21 നമ്മൾ വായിക്കുമ്പോൾ അതിലുണ്ട്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. അപ്പോൾ ചൂണ്ടുവലകയല്ലേ, ഇതാണ് വഴി, ഇതിലേ പോകുക എന്നുള്ള ചൂണ്ടുവലക നമ്മളോട് സംസാരിക്കുന്നത് അല്ലേ. അതിന് സംസാരിക്കാൻ, ഈ പേപ്പറിന് സംസാരിക്കാൻ ശക്തിയുണ്ടെങ്കിൽ അല്ലെ വഴിക്ക് വെച്ചിരിക്കുന്ന ചൂണ്ടുവലക പറയും, ഇതാണ് വഴി, ഇതിലേ പോവുക. അതുപോലെ ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളൊരു ചൂണ്ടുവലയായിട്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് മനസ്സിലായി ഇതാണ് വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, കർത്താവിലേക്കുള്ള വഴി ഇതാണ് എന്ന്. അതുപോലെ നമ്മൾ സങ്കീർത്തനം 73:24 വായിക്കുമ്പോഴും അതിനകത്തുണ്ട്, നമുക്ക് വഴി കാണിച്ചു തരും, ഉപദേശം തന്ന് അങ്ങനെ നയിക്കുന്നു, പിന്നീട് അവിടുന്ന് തന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും. അപ്പോൾ ഉപദേശം തരും, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ഇന്നതാണ്, അല്ലെ പ്രവൃത്തി ഇന്നതാണ്, ആ ഒരു ജീവിത സാഹചര്യം ഇങ്ങനെയാണ് എന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി ഉപദേശ രൂപത്തിൽ നമുക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സങ്കീർത്തനം 48:14 കോട്ടകളെ നടന്ന് കാണുകയും ചെയ്യും, ഇവിടെയാണ് ദൈവം, ഈ ദൈവമാണ് എന്നേക്കുമുള്ള നമ്മുടെ ദൈവം, അവിടുന്ന് എന്നും നമ്മെ നയിക്കുമെന്നും വരും തലമുറയോട് പറയാൻ വേണ്ടി തന്നെ. അപ്പം എന്ന് നമുക്ക് ദൈവം നമ്മളൊരു ചൂണ്ടുവലകയായിരിക്കാനും ആ വഴി നമുക്ക് കാണിച്ചു തന്ന് നയിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഈ ഒരു വിശ്വാസം നമ്മളിലേക്ക് ഉറച്ചു തന്നെ. അതുപോലെ ലൂക്കായുടെ സുവിശേഷം 1:79 നമ്മളെ വഴി നടത്തുന്നു. ലൂക്കായുടെ സുവിശേഷം 1:79 1-ാം അധ്യായത്തിൽ 79 പറഞ്ഞു തരുന്നുണ്ട്, നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവം. ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. അതായത് നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. അപ്പം നമ്മളൊരു ചൂണ്ടുവലകയായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ പ്രവൃത്തി ചെയ്യേണ്ടത്, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട അതെല്ലാം ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരിക. പുറപ്പാട് പുസ്തകത്തിലുണ്ട്. പുറപ്പാട് പുസ്തകം ഇസ്രായേൽ ജനത്തിനെ എങ്ങനെയാണ് ദൈവം നയിച്ചതെന്നറിയാമോ? 40-ാം അധ്യായത്തെ നമുക്ക് നോക്കാം. പുറപ്പാട്
40. എങ്ങനെയാണ് നയിച്ചത്? പഴയ നിയമം വായിച്ചിട്ടുണ്ട് നോക്കട്ടെ. അതിൽ പുറപ്പാട് പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിന് വഴി കാണിച്ചു കൊടുക്കുക ദൈവം. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയരുന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. അപ്പം മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും ഇസ്രായേൽ ജനത്തെ നയിച്ചു. ഒരു ചൂണ്ടുപലക പോലെ ദൈവം അവരെ കാനാൻ ദേശത്തേക്ക് നയിച്ചു. അപ്പോൾ ചൂണ്ടുപലക ആ നയിക്കപ്പെടുന്നത് ഈശോയാണ്, ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. പക്ഷേ പല രൂപത്തിലും ഭാവത്തിലും ഉപദേശത്തിലും പ്രവർത്തനത്തിലും അങ്ങനെ ദൈവം നമ്മളെ അങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഇപ്പോൾ കുടുംബത്തിൽ അതുപോലെ ഇവിടെ ഒരു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 427 പേജ് എടുക്കുമ്പോൾ അതിനകത്ത് കൃപ കിട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വായിക്കണം കേട്ടോ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കൃപാവരത്തെ സംബന്ധിച്ച മതബോധന. എന്തെന്നാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപാവരത്താലാണ്. വീണ്ടും നമ്മുടെ പ്രവൃത്തികൾക്ക് നിത്യജീവനിലേക്കുള്ള ഫലം പുറപ്പെടുത്താൻ കഴിയുന്നതും കൃപാവരത്താലാണ്. അപ്പോൾ ഈ കൃപാവരമാണ് ഒരു ചൂണ്ടുപലകയായി മറ്റുള്ളവരെ ദൈവത്തിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കാൻ, ആ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ കൃപാവരമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ കൃപാവരമാണ് നമ്മൾ ചോദിച്ച് മേടിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞ ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് കണ്ടതാട്ടോ എൻ്റെ ഓർമ്മയിൽ നിന്ന്. ഒരു വലിയൊരു ധനികനായ മനുഷ്യന് അങ്ങനെ കാർ ഓടിച്ച് പോവുക, വലിയൊരു നല്ലൊരു സുവിശേഷ പ്രവർത്തകനാണ്. പുള്ളി ഇങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോൾ ഒരു ജംഗ്ഷനിൽ ചെന്നപ്പം പുള്ളിക്ക് പിന്നെ എങ്ങോട്ട് തിരിയണമെന്ന് അറിയത്തില്ല. റൈറ്റ് ഹാൻഡ് തിരിയണോ ലെഫ്റ്റ് ഹാൻഡ് തിരിയണോ നേരെ പോകണോ, പുള്ളിക്ക് ആകെപ്പാടെ ഒരു പ്രശ്നം. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ, അപ്പോൾ അവിടെ അടുത്ത് ഒരു സെക്ഷൻ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങേര് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇന്നടത്തെ ഇങ്ങനെ തിരിഞ്ഞ് അങ്ങനെ പോകണമെന്നും പറഞ്ഞ് വഴി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വഴി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ പെട്ടെന്ന് ഈ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ വഴിയല്ലേ അറിയേണ്ടത്? അപ്പോൾ പറഞ്ഞു, അത് എനിക്ക് ഈ വഴിയാണ് പോകേണ്ടത്, അതറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങേര് അങ്ങ് സ്തംഭിച്ചു പോയി. സ്വർഗത്തിലേക്കുള്ള വഴി. അപ്പോൾ ഇങ്ങേര് കാര്യം പറഞ്ഞാൽ സുവിശേഷം അങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് ഇച്ചിരിയൊക്കെ വലിയ ഞാൻ നന്നായിട്ട് പറയണ ആളല്ല, ജീവിക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരുന്നതാണ്. പക്ഷേ ഇങ്ങേര് അന്നേരമാണ് ചിന്തിക്കേണ്ടത്, സ്വർഗത്തിലേക്കുള്ള വഴി എനിക്ക് അറിയാവോ, സ്വർഗത്തിലേക്ക് ഞാൻ എത്തുമോ? അപ്പോൾ പുള്ളി അതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ആരും ഇങ്ങനെയുള്ള പ്രവർത്തനത്തിലൊക്കെ പുള്ളി താല്പര്യമുണ്ടെങ്കിലും അപ്പോൾ ആ മനുഷ്യൻ അന്ന് ചിന്തിക്കാൻ തുടങ്ങി. ആ സമയം മുതൽ എന്നിട്ട് ഈ മനുഷ്യനോട് ചോദിച്ച് എന്താണ് അപ്പോൾ എന്നാ ഈ പറഞ്ഞു കൊടുത്ത ആൾ നല്ല ഒരു വിശ്വാസിയായിരുന്നു. അങ്ങേരെ ഇങ്ങനെ സ്വർഗത്തിൽ പോകാനും ഈശോയെക്കുറിച്ചും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം കൊടുത്തിട്ട് ഈ മനുഷ്യൻ വണ്ടി ഓടിച്ചങ്ങ് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരിങ്ങനെ അന്വേഷിച്ചു വന്നു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞപ്പോൾ ഈ വഴി പറഞ്ഞു കൊടുത്ത ആളെ അന്വേഷിച്ചു വന്നു. അന്നേരം പറയാണ്, അന്ന് വഴി ചോദിച്ച ആൾ ഞങ്ങളുടെ അപ്പനായിരുന്നു. അപ്പൻ പോയ വഴി മരിച്ചു. പക്ഷേ മരിച്ചതിന് മുമ്പ് ഈ പുള്ളി കാറിനകത്തിരുന്ന് എഴുതി വെച്ചു, എൻ്റെ മക്കൾ വന്ന് ഈ മനുഷ്യനെ വഴി ചോദിച്ച് അറിഞ്ഞ ആ മനുഷ്യനെ കാണണം, പരിചയപ്പെടണം, സ്വർഗത്തിലേക്കുള്ള വഴി അറിയണമെന്ന്. അപ്പോൾ എൻ്റെ അപ്പൻ മാനസാന്തരപ്പെട്ട് സ്വർഗത്തിൽ എത്തിച്ചേർന്നു അന്ന് പറഞ്ഞ് അവർ വന്ന് ഈ മനുഷ്യനോട് ഒരു കഥയാണ് വായിച്ചതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈശോയിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയായിരിക്കണം. ഇപ്പം നമ്മൾ വീട്ടിൽ വഴിയാകണം, ചൂണ്ടുവലയാകണമെന്ന് പറഞ്ഞു വെച്ചാൽ അട്ടഹസിച്ച് ശാസിക്കുന്ന ഒരു ഭാര്യയായിട്ട് നിന്ന് ആരും നമ്മുടെ ഉപദേശവും സ്വീകരിക്കുകയില്ല, ചൂണ്ടുവലകയും സ്വീകരിക്കുകയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ മാങ്ങാപ്പഴം ഇഷ്ടമാണ് അല്ലേ? നല്ല ഇഷ്ടമാണ്, ആര് തന്നാലും വേണേൽ മാങ്ങാപ്പഴം നമ്മൾ മേടിച്ചു. പക്ഷേ കൈ മുഴുവൻ പഴുത്ത് അളിഞ്ഞ് പുളിഞ്ഞിരിക്കുന്ന ഒരു കുഷ്ഠരോഗിയുടെ കയ്യിലിരിക്കുന്ന ഒരു മാങ്ങാപ്പഴം മേടിച്ച് തിന്നുമോ? ഇല്ല. മാങ്ങാപ്പഴം ഇഷ്ടമാണേലും അത് തിന്നാൻ പാടാം. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം. കുടുംബത്തിലൊരു ഭാര്യ
ശരിക്കും ചൂണ്ടുവലയാകണം. അവളുടെ സൗമ്യതയും സ്നേഹവും അവളുടെ ക്ഷമയും ദയയും ആ സൗമ്യതയെല്ലാം കണ്ട് ആ സ്നേഹം കണ്ട് ഈശോയിലേക്കുള്ള വഴി എൻ്റെ ഭാര്യയാണ്, അല്ല എൻ്റെ അമ്മയാണ്, അല്ല എൻ്റെ അമ്മായിയമ്മ, അല്ല മരുമകളാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കൊടുക്കുമ്പോൾ ഈശോ നമുക്ക് തന്ന സുവിശേഷ വേല, നമ്മുടെ ശുശ്രൂഷ, കുടുംബജീവിതത്തിലൂടെ അത് പൂർണ്ണതയിലെത്തും. അപ്പം ആരോയും ചൂണ്ടുവലകയൊന്നും വെറുതെ അല്ല, മനസ്സിലായില്ലേ? ആ നാമാൻ്റെ വീട്ടിലെ വേലക്കാരി നമ്മളെവിടെയായിരുന്നാലും ഈശോയിലേക്കുള്ള ചൂണ്ടുവലകയായിരിക്കാം. അപ്പം അതുകൊണ്ട് ഇനി നമ്മൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. വിഷമമൊന്നുമില്ല. വിഷമമൊന്നുമില്ല. ചൂണ്ടുവലയാകുമല്ലോ. നമ്മുടെ വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും എല്ലാം നമ്മൾ ചിന്തിക്കണം. എൻ്റെ വാക്ക് ഇന്ന് ദൈവത്തിലേക്ക് നയിക്കുന്നതാണോ കേൾക്കുന്നവരുടെ, എൻ്റെ പ്രവൃത്തി കാണുന്നവർ അവർ ഈശോയിലേക്ക് തിരിയാൻ രീതിയിൽ ഒരു ചിന്ത അവരുടെ ഹൃദയത്തിൽ കിട്ടണുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോഴേ കല്യാണ സമയത്തും അങ്ങനെയല്ലേ പറയുന്നത്, നല്ല പ്രവൃത്തികൾക്ക് നല്ല പ്രവൃത്തി. അതെ. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ മറന്നു പോകില്ലേ അല്ലേ? അല്ല, അന്ന് ഒരുങ്ങിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഓർത്തിരിക്കല. എന്നാൽ ശരി, സമയം പറയായി ഇരുന്ന് വർത്താനം പറഞ്ഞ് ചൂണ്ടുവലയൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ നോണ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇനി അതുമല്ല, അത്യുന്നതിനെ കുറിച്ചായിരിക്കണം നമ്മുടെ സംഭാഷണം എപ്പോഴും. അത് ചിന്തിച്ചോ കേട്ടോ. എന്നാൽ ശരി, എന്നാലും ഞാൻ ഇറങ്ങുക. നിങ്ങൾ ആരെങ്കിലും കൂടെ വരുന്നുണ്ടോ അതോ നിങ്ങളിപ്പോൾ വരുന്നില്ല? അഞ്ചേച്ചി വെള്ളമൊക്കെ കുടിച്ചാണോ? വെള്ളമൊക്കെ കുടിച്ചാണോ? അതൊക്കെ നമുക്ക് അങ്ങനെയൊന്നും നിർബന്ധമില്ല. വെള്ളം കുടിച്ചിട്ട് പോവാം.